ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ മുത്ത് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരുവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രത്തോട്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ മുത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുമായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിലാണ് അവൾ കയറിയത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് നിർത്തി. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന ആളെ കിട്ടി. ആളെ വിളിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അങ്കിളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് അങ്കിൾക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ അടുത്തും ബായ് പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു യാത്ര, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ബാക്കി എല്ലാ വിശേഷങ്ങളും ഞങ്ങളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ സമയമൊന്നും ഉണ്ടായില്ല. അവൾ നാളെ തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ലുലു പോയി സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ലുലു പോയിട്ട് സിനിമയൊക്കെ കാണാൻ വേണ്ടി പോയി. ഏത് സിനിമയാണ് കാണാൻ പോയെന്ന് വെച്ചാൽ ഓഫീസറാണ് കാണാൻ പോയത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും അടിപൊളിയായിട്ടിരുന്ന സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വാഷ്റൂമിലോട്ടാണ് പോയത്. വാഷ്റൂമിൽ ചെന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മെഗ്ഡിയിലോട്ട് പോയി. മെഗ്ഡിയിലോട്ട് വേറെ എന്തിനും അല്ല, ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴത്തേക്കാണ് ഈ ബേബീനെ കണ്ടത്. സുഖിച്ചിരിക്കുകയാണ് അമ്മയുടെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ മെയിൻ സ്പോട്ടായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ മേടിക്കണമെന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നിട്ടൊന്നും അത്രയ്ക്കൊന്നും മേടിച്ചില്ല. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും മെഗ്ഡിയിലോട്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 2 നോർമൽ ബർഗറും കോംബോ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ 2 കോക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരി പെരി ഫ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മിക്സ് ഉണ്ടായിരുന്നു. മിക്സൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഈ പെരി പെരി ഫ്രൈസ് ആ പേപ്പർ ബാഗിലിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പം ഞാൻ ആ മിക്സ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ ബർഗറൊക്കെ കഴിച്ചു. ബർഗർ ഒരു നോർമൽ ബർഗർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ബർഗറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയി. വീട്ടിലോട്ട് പോയില്ല, നേരെ ജിമ്മിലോട്ടാണ് പോയത്. ജിമ്മൊക്കെ കാണിച്ചിട്ട് എന്തായാലും വന്നില്ല. അപ്പം ജിമ്മൊക്കെ കാണിച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും മിക്കിനെ അവൾ കളിപ്പിക്കുവാണ്. മിക്കിയായിട്ടൊക്കെ കമ്പനി അടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ വേറെ പരിപാടികളുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. ഇവള് വൈകിട്ട് തന്നെ 4:30 ട്രെയിനിൽ തന്നെ പോകും. അതിന് മുമ്പ് നമുക്ക് വർക്കല ക്ലിഫിലോട്ട് പോകണം. അപ്പം അതിന് വേണ്ടി റെഡി ആവുകയാണ്. റെഡി ആയിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ അമ്മയായിട്ട് ബൈയൊക്കെ പറയുവാണ്. എന്നിട്ട് ഞങ്ങൾ ക്ലിഫിലെത്തി. നേരെ ക്ലിഫിലോട്ടാണ് വന്നത്. ക്ലിഫിലോട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കഫേ ഇറ്റാലിയനിലോട്ട് പോയി. അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ അടിപൊളി വ്യൂ ഒക്കെ ഇരുന്ന് കണ്ടിട്ട് അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് 2 ഷേക്കും ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ആ സീനറി ഒക്കെ കണ്ടിട്ട് കുടിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് മുത്തിന് 4:30 ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. പെട്ടെന്ന് പോയപ്പോഴത്തേക്കും ഒരു ഷോക്ക് വരുന്നത് എന്താണ് പെട്ടെന്ന് പോയല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ട്രെയിൻ വന്ന് മുത്ത് ട്രെയിനിലും കയറി. അപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഓക്കെ ബൈ.